വിഷ്ണുവിന്റെ വീടാണിത്. വൽമീകം. ഇവിടെ അവൻ മാത്രമല്ല, 2 സ്ത്രീകളുമുണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗിലെ പുത്തൻ പ്രതിഭയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മീനാക്ഷി. മീനാക്ഷിയമ്മോ കത്തിച്ചല്ലേ? ഒടുക്കത്തെ മണം പെടുത്താ. ബർബറി വണ്ടി മറിഞ്ഞു. കേരളീയ നൃത്തരൂപങ്ങളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു പത്മ. വിഷ്ണുവിന്റെ സുന്ദരികളായ 2 അമ്മമാർ. സാഹിത്യവും സുഗന്ധവും പരക്കുന്ന ഈ വീടിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടത്തിവിടാതെ വിധി താഴിട്ട് പൂട്ടി സൂക്ഷിക്കുന്ന എത്രയോ രഹസ്യങ്ങളുണ്ടാകും. കാലം തന്നെ നൽകട്ടെ അതിനുള്ള ഉത്തരം. സാമ്പാറ ഓ ശകുന്തളേ, ഓ ഈ ചമ്മന്തിയുടെ ഉപ്പുമില്ല, സാമ്പാറിൽ എരിവുമില്ല, ഈ മുന്തിരിയാണെങ്കിൽ ഒട്ട് കഴിയിട്ടില്ല. ഞാൻ വേറെ ആളെ നോക്കണോ? പിന്നെ പൊട്ടേ കൂരിട്ടല്ലേ എനിക്ക് മാസം മാസം ശമ്പളം തരണേ. വല്ലം പറഞ്ഞായിരുന്നോ? ഓ നല്ല ചായ എടുത്തോണ്ടിരിക്കുക, ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞതാ. ഓ ഒരു ദിവസം വിമ്മിട്ട് കൊടുക്കും ഞാൻ 2നും. ചെറുക്കനപ്പ പോയി? വെളുപ്പിന് പോയി. വിടാൻ എനിക്ക് മടിയായിരുന്നു. ഇത്രയും ദൂരം ബസ്സിലൊക്കെ യാത്ര ചെയ്ത് ശീലമില്ലാത്തല്ലേടി. പിന്നെ ക്ലോസ് ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണമാണ്, എല്ലാവരും പോകുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. നീ കേട്ടല്ലേ? മാക്സിമം 2.5 hours. അത്രയും സമയമല്ലേ എടുക്കുള്ളൂ. നമ്മുടെ ടീച്ചറിന്റെ മകൻ ആ ഗോവിന്ദന്റെ കൂടല്ലേ പോയിരിക്കണേ. എനിക്ക് അതന്നെ പേടി. ആ ചെക്കൻ്റെ ഇത്തിരി വില്ലത്തരുണ്ടേ. ഇവിടുത്തെ സന്തതിക്കാ വില്ലത്തരം ഇല്ലാത്ത. ചെക്കന്റെ മുറി അടിച്ചു വാരാൻ ചെന്നപ്പോ കിട്ടിയത് 3 കൊച്ചു പുസ്തക. കണ്ടിട്ട് എന്റെ കണ്ണടിച്ചു പോയി. എന്തോന്നായിരുന്നു അതിന്റെ പേര്? പ്ലേ ബോയ്. പ്ലേ എന്ന് വെച്ചാ കളി. അയ്യോ പാവം തെറ്റിദ്ധരിച്ചു. കളിക്കുടിക്കയുടെ ഇംഗ്ലീഷ് ആയിരിക്കും. ശകുന്തളയുടെ ഒരു നീ കൊറേ നേരം അവിടെ കിടന്ന് വെറുക്കണോ? ഇപ്പൊ കൊണ്ടുവന്നിട്ടിരിക്കുക. കൊച്ചുങ്ങൾക്ക് കളിക്കുടുക്ക വാങ്ങിക്കൊടുക്കുന്ന കാര്യം പറയായിരുന്നു. അതിലാകുമ്പോ ഇഷ്ടം പോലെ കളർ പടങ്ങളും കഥകളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ചേച്ചി, ആ മറ്റേ ബുക്കിൽ അക്കൗണ്ട് തുടങ്ങാനേ തിരിച്ചറിയൽ കാർഡ് വല്ലതും വേണോ? ഏത് ബുക്കില്? ഫേസ്ബുക്കിൽ. അയ്യോ, അതിലിപ്പോ ആർക്കവിടെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങണ്ടേ? എല്ലാവർക്കും ഉണ്ട്. എനിക്കാണെങ്കിൽ പറ്റ ബുക്ക് മാത്രമേ ഉള്ളൂ. ബാങ്കിൽ പോലും ഒരു അക്കൗണ്ട് ഇല്ല. ഈ അക്കൗണ്ടേ ഇങ്ങനെ എപ്പോഴും ഓപ്പൺ ആക്കി ഇടണോ ഷാക്കു? സോറി, പിന്നെ കുത്തിയിരുന്ന അഴിഞ്ഞു പോയതാ. ഇനി ഒന്നും വേണ്ട, ഒന്ന് പോയാ മതി. ആവോ വിളിച്ചാ മതിട്ടാ. ഓ ഓ ഓ അത് ഞാൻ പറഞ്ഞത് തന്നെ ആയിരിക്കും ഇതിങ്ങളുടെ സൂക്കേട്. ഇനി എന്നോടെങ്ങാനും. ചെക്കന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കണില്ല. ഇത്ര നേരം എത്തിയിട്ടില്ലേ? ബസിന്റെ കാര്യല്ലേ, പറയാൻ പറ്റില്ല. ചിലപ്പോ നല്ല ഉറക്കമായിരിക്കും. ഇനി ഗോവിന്ദന്റെ ബൈക്കിലോ മറ്റാണോ പോയത്? നോ വേ. ആ 2 കാര്യങ്ങൾ അവൻ തെറ്റിക്കില്ല. അവനോട് അവൻ്റെ അമ്മമാർ പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങളാണ്: നോ സ്മോക്കിംഗ്, നോ ബൈക്കിംഗ്.
മത്സരത്തിൽ പങ്കെടുത്ത വിഷ്ണുവിന് 18 വയസ്സ് തികയാത്തതുകൊണ്ട് വിഷ്ണുവിനെ അയോഗ്യനാക്കിയിരിക്കുകയാണ്. 2ാം സ്ഥാനക്കാരനായ ഷിബിൻ രാജഗോപാലിനെ 1ാം സ്ഥാനക്കാരനായി പ്രഖ്യാപിക്കുകയാണ്. എനിക്കറിയായിരുന്നു ഐസോട്ടമ്മയെ പെയിന്റ് അടിക്കാന്ന്. ടാനറ്റ്, ഈ ലൈസൻസ് എടുക്കണ 18 വയസ്സാണെന്നുള്ള റൂൾ ഉണ്ടാക്കിയത് തെണ്ടിയാണോ? ഈ ഏക്കിനൊരു സംഭവമാണല്ലേ, ലൈസൻസ് എടുക്കാം ഊട്ടി പെണ്ണാണെങ്കിൽ കല്യാണം വരെ കഴിക്കരുതട്ടാ. നീ പടവട്ടി. പണ്ടാരടങ്ങാനായിട്ട് ഈ റേസ് കുറച്ച് ദിവസം കൂടി നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 18 ജസ്റ്റ് മാറ്റർ ഓഫ് ടേസ്റ്റ്. ഇറ്റ്സ് ഫേറ്റ് മച്ചു. ഇത് മറ്റേ പാട്ട് പോലെ ജിയ ചലേ ജാൻ ചലേ നേനു തലേ. പോടാ, രജനീകാന്തിന് എന്തിനാടാ നാഷണൽ അവാർഡ്? അങ്ങേരാ പുലിന്ന് ഇത് കണ്ണുവട്ടെന്ന് പറയാം. ഈ 18 വയസ്സും വെള്ളിയാഴ്ച എന്നെ തേടി ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ എന്തായാലും വരും. മീഡിയേറ്റേഴ്സ് ഓഫ് ഗോഡ് എന്ന നോവൽ ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയെന്ന് മറന്നിട്ടല്ല. പക്ഷേ അത് പുരുഷ വിദ്വേഷത്തിന്റെ ഒരു മാനിഫെസ്റ്റോ ആണെന്ന് പറഞ്ഞാൽ? ഹായ്, മൈ സൺ. ഓ ഹായ്. സോറി, ഐ വിൽ ആൻസർ ടു എ ക്വസ്റ്റ്യൻ. പല പുരുഷന്മാരും വച്ചു പുലർത്തുന്ന ഹിപ്പോക്രസിയെ ഞാൻ എൻ്റെ നോവൽ പൊളിച്ചു കാണിക്കാറുണ്ട്. അത് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരിലും ആ കാപട്യത്തിന്റെ എന്തെങ്കിലും അംശങ്ങൾ കാണും എന്ന് വിചാരിച്ച ആണുങ്ങളെല്ലാം പ്രശ്നക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. പിന്നെന്തുകൊണ്ടാണ് വിവാഹ ജീവിതത്തിലും ദാമ്പത്യത്തിലും ഒന്നും വിശ്വാസമില്ലാത്തത്? അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. വിവാഹം പലപ്പോഴും ഒരു അടിമത്തത്തിന്റെ കരാറാണ്. കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് പുരുഷന്റെ മാത്രം ഇഷ്ടങ്ങൾ നിലനിർത്താനുള്ള വേദിയാവുമ്പോൾ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു വ്യവസ്ഥയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ബട്ട് മീനാക്ഷി വൽപ്പിങ്കി, യു ഹാവ് എ സൺ. യാ, നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന ഐഡിയോളജിയും നിങ്ങളുടെ വ്യക്തി ജീവിതം തമ്മിലുള്ള അതിന്റെ കോൺട്രാസ്റ്റ് പ്രേക്ഷകർക്കറിയാൻ താല്പര്യമുണ്ടാവും. ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായി. ഇത് പ്രേക്ഷകർക്കറിയാനോ അതോ? ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ പ്രേക്ഷകരുടെ പ്രതിനിധികളാണ്. ഓ, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മുഴുവൻ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചോളാന്നൊന്നും ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ മീഡിയ നാട്ടുകാരും കൂടി അല്ലല്ലോ ഒരാളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. സോ പ്ലീസ്, നോ മോർ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഹാവ് സം ടീ. എന്തു പറ്റിയമ്മ? അവര് കൊന്നോ അതോ അവരെ കൊന്നോ? I need a break. ഞാൻ പറയാം. ഓക്കെ, വേണ്ടി എത്രയാ നമ്പർ? ഓക്കെ ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്. I know them very well. Don't worry, I will take care. Okay? Leda, you know something? Yeah, honey. What? They are going around. Oh yeah. I knew it. എനിക്ക് പണ്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, നിനക്കിതെങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. സീരിയസ്ലി? Is it? യാടി. Wow. Lucky pick. Yeah, she is. No doubt. ഓ, എന്നോ ഒരു ഫിഗർ ഓടി അവക്ക്. എന്റെ അമ്മച്ചിയോ. 1.5 മുതലല്ലേ മോളെ. എന്റെ കെട്ടിയോന്റെ ഭാഷയിൽ പറഞ്ഞ നീ മെല്ലെ എഴുന്നേറ്റ് നടമോളെ. എന്റെ ദൈവമേ, ദേ കണ്ടോ? ഓ ബേബി, ദേ പോയി പോയി. ഐ നോ ദം യാർ. എത്ര കാലായി കണ്ടോണ്ടിരിക്കുക ഞാൻ അവളുടെ എന്ത് കുന്തം. She has lovely butt. എടേ, മറ്റേ മീര, ബിനോയ് മാമനും കൂട്ടരും നമ്മളെ വാച്ച് ചെയ്യണ്ടോ നോക്കിക്കേ. എവിടെ? ഇങ്ങനെ വെട്ടിത്തിട്ട് നോക്കാതെ പൊട്ടക്കണ്ണി. ഒന്ന് പാളി നോക്ക്. Yeah, she's ആസ് യൂഷ്വൽ അവളുമാരുടെ ടോപ്പിക്ക് ഞാനും നീയും ലെസ്ബിയൻസ് ആണോ എന്ന് തന്നെ ആയിരിക്കും. എടി, ശരിക്കും നിനക്ക് എന്നോട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവളുമാരുടെ സംശയം ഇത്ര കാലമായിട്ടും തീർന്നില്ലേ? എന്നാ പിന്നെ നമുക്കൊരു പണി കൊടുത്താലോ? വാട്സേ എപ്പോ കൊടുത്തു ചോദിച്ചാ മതി മോളെ. ഇവിടെ കെട്ടിയന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാ നമ്മൾ ഇമേജും ചുവന്നോണ്ട് നടക്കണെന്ന് ഇവളുമാർക്ക് അറിയില്ലല്ലോ.
അല്ല നമുക്ക് എന്താടി ഒരു കുറവ്? ലെറ്റ്സ് മേക്ക് എ കോൺട്രവേഴ്സി. ഇന്ന് അങ്ങോട്ട് മുറുക്കി പിടിച്ചോ പുന്നാര മോളെ. തെണ്ടി ബിനോയ് മാമ, ദിസ് വൺ ഇസ് ഫോർ യു. വാ, ഇതും കൂടെ പോയി പറഞ്ഞു കൊടുക്കടി നിന്റെ കോത്തമ്മ. ഏയ്.